കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രഭാതം കൂടെ ദൈവത്തിന്റെ വചനവുമായി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തയേശുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ ഓർത്ത പോലെ ചില ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ പഠനത്തിൻ്റെ ഏതാണ്ട് അവസാനത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. വളരെ കുറച്ച് ക്ലാസ്സൂടെ കാണുകയുള്ളൂ. നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. ആത്മനിറവില്ലാതെ നമുക്കൊരു വിശ്വാസ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിലേക്ക് ഉയരുവാൻ കഴിയില്ല. ദൈവം അതിന് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. നമ്മൾ അതോടുള്ള ബന്ധത്തിൽ പഠിക്കുകയായിരുന്നു, എന്താണ് ആത്മനിറവ്. നമ്മളെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ നിയന്ത്രിപ്പാൻ വിട്ടുകൊടുക്കുകയാണ്. ഈ ആത്മാവ് നമ്മളിൽ ഉണ്ട്, നമ്മളെ വിട്ടുപോകില്ല. ആത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം, ആത്മാവിനെ നമുക്ക് കെടുത്തിക്കളയാം. എന്നാൽ ആത്മാവ് ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ചു, നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. യു ആർ സീൽഡ് അണ്ടിൽ ദ ഡേ ഓഫ് റിഡംഷൻ. രക്ഷിക്കപ്പെട്ട അന്ന് നമുക്ക് ആത്മാവിന്റെ മുദ്ര കിട്ടി. ആ മുദ്ര നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നത് വരെ നമ്മളിൽ ഉണ്ടായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെതാണ്. എന്നാൽ നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം, നമുക്ക് കെടുത്താം. നമ്മൾ കണ്ടു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന ആ ഭാഗം നമ്മൾ അപഗ്രഥിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിച്ചു, ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ആത്മാവിനോട് മറുത്തു നിൽക്കുക, ആത്മാവിനെ അനുസരിക്കാതെ നടക്കുക, ആത്മാവിന്റെ ദിവ്യ സ്വഭാവത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതൊക്കെ ആത്മാവിനെ ദുഃഖിപ്പിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടുപേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ കഴിയില്ല. ആമോസിന്റെ പുസ്തകത്തിൽ അത് കണ്ടു. നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ ആത്മാവിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കാതെ നമ്മളിൽ വസിക്കുന്ന ആത്മാവ് ദുഃഖിക്കും. രണ്ടാമത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമാണ് ആത്മാവിനെ കെടുത്തരുത് എന്നുള്ള വിഷയം. നമ്മൾ അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ആത്മാവിനെ കെടുത്തരുത്. ക്വഞ്ച് നോട്ട് ദ സ്പിരിറ്റ്സ് ഫയർ. നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനെ പല വിധത്തിൽ തിരുവചനത്തിൽ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. ആത്മാവിനെ വെള്ളമായി, ആത്മാവിനെ എണ്ണയായി, ആത്മാവിനെ കാറ്റായി, ആത്മാവിനെ അഗ്നിയായി, ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ സ്നാന സമയത്ത് ആത്മാവ് പ്രാവ് എന്ന പോലെ ലൈക്ക് എ ഡൗ ആത്മാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ വിധത്തിൽ നമുക്ക് പഠിക്കാം. എന്നാൽ വിശ്വാസികൾ ചെയ്യുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ ആത്മാവിനെ അഗ്നിയായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അഗ്നിയാണ് കെടുത്തരുത് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുകയുണ്ടായി, പെന്തിക്കോസ്ത് നാളിൽ ആത്മാവ് ഇറങ്ങി വന്നത് ജ്വലിക്കുന്ന അഗ്നി ജ്വാല പോലെയുള്ള പിളർന്നിരിക്കുന്ന നാവുകളായിട്ടാണ്. ഈ ആത്മാവ് ജ്വാലയായി, നാവുകളായി നമ്മളിൽ നിന്ന് കത്തി ജ്വലിച്ച് പുറത്തോട്ട് പ്രകാശം പരത്തുവാൻ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഈ ആത്മാവിനെ കെടുത്തരുത് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ച പഠിച്ചു. 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പഠിച്ച ഭാഗം, ഒരു യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്ന് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം കൽപ്പന കൊടുത്തു. പല പ്രാവശ്യം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്, ആ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകരുത്. യാഗപീഠത്തിൽ അർപ്പിക്കുന്നതൊക്കെ ദൈവത്തിന് സൗരഭ്യമാണ്. അപ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് സൗരഭ്യവാസനയായ യാഗം അല്ലെങ്കിൽ സൗരഭ്യം ദൈവത്തിന് കരേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളം ദൈവത്തിന്റെ യാഗപീഠമാണ്. നമ്മൾ സ്തോത്രയാഗങ്ങൾ ഇടപെടാതെ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളിൽ ഒരെണ്ണത്തിന്റെ പേരാണ് കണ്ടിന്യൂവൽ ബേൺഡ് ഓഫറിങ്, ഇടവിടാതെ അർപ്പിക്കുന്ന ഹോമയാഗം.
രാവിലെയും വൈകിട്ടും അർപ്പിച്ചുകൊണ്ടിരിക്കും. യാഗപീഠത്തിൽ നിന്ന് തുടർമാനമായി ആ സൗരഭ്യം ഉയരത്തിലേക്ക് കരേറിക്കൊണ്ടിരിക്കും. നമ്മളോടും ആവശ്യപ്പെട്ട എന്താ? നിങ്ങള് തുടർമാനമായി ഇടവിടാതെ സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ. ദാറ്റ് ഈസ് കണ്ടിന്യൂവൽ സാക്രിഫൈസ്, കണ്ടിന്യൂവൽ ബേൺഡ് ഓഫറിംഗ് പോലെ തുടർമാനമായ ഈ ഹോമയാഗം അർപ്പിച്ച് സൗരഭ്യം കരയേറുന്ന പോലെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് ഇടവിടാതെ സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുക. ഈ ലോകത്തിൽ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. അവരുടെ മധ്യത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുപ്പാൻ, നമ്മളെ കർത്താവെ അത്ഭുതകരമായ പ്രകാശം തന്ന് നമ്മളെ അവന് വേണ്ടി വേർതിരിക്കുവാൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവകൃപ കൊണ്ടാണ്. ഒന്നും പുകഴാൻ നമ്മളിലില്ല. നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് നമ്മളെ വിളിച്ചു വേർതിരിച്ച് നമ്മളെ അവന്റെ സ്വന്തമാക്കിയപ്പോൾ എത്രയോ ദൈവത്തോട് നമ്മൾ കടംപെട്ടവരാണ്. നമ്മൾ അവനോട് നന്ദി പറയുവാൻ ബാധ്യസ്ഥരാണ്. ആ തുടർമാനമായ ആ നന്ദി നമ്മളിൽ നിന്ന് കരയേറണമെങ്കിൽ, യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതിരിക്കണമെങ്കിൽ അതിനകത്ത് വിറകിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, എമോസിലേക്ക് പോയി ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ മോശ മുതലായ പ്രവാചകന്മാർ തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയത് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറയുന്നു. എന്റെ സഹോദരന്മാരെ, ഇന്നും അത് വ്യത്യാസമല്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അവൻ ചെയ്ത കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഞായറാഴ്ച തോറും വന്ന് കർത്താവിനെ കുറിച്ച് നമ്മൾ ഓർത്ത് സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളം വീണ്ടും കത്തുകയാണ്. തുടർമാനമായ ഒരു കണ്ടിന്യൂവൽ സ്തോത്രയാകും ബേൺഡ് ഓഫറിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നു. നമ്മള് ചാരം വാരിക്കളയണം, വിറക് അടുക്കി വെച്ച് അല്ലെങ്കിൽ തീക്കകത്ത് ഇട്ട് കൊടുക്കണം. അതൊക്കെ നമ്മൾ ധ്യാനിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇത് എത്ര പ്രാധാന്യതയുണ്ട്. നമ്മുടെ തീ കെട്ടുപോകരുത്. നമ്മൾ കണ്ടതുപോലെ ആത്മാവിനെ കെടുത്തരുത് എന്ന് നമ്മൾ കണ്ടതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. എന്നാൽ ഇതിന്റെ രണ്ടാമതൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ ആത്മാവിനെ കെടുത്തുവാൻ കഴിയുന്ന വേറെ ഒരു ഭാഗമുണ്ട്. കുറച്ച് വെള്ളമെടുത്ത് ഒരു തീയിലോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ കുറെ മണ്ണെടുത്ത് വാരി ഇടുക. അങ്ങനെ തീ കെടുത്തുന്ന എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടാല് അത് കെട്ടുപോകും. ഇവിടെ കെടുത്തരുത്. ക്വഞ്ച് നോട്ട് ദ സ്പിരിറ്റ്സ് ഫയർ. ആത്മാവിന്റെ അഗ്നിയെ കെടുത്തുന്നത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യരുത്, അതിനെ കെടുത്തിക്കളയരുത്. നമ്മള് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കാണാതറിയാവുന്നതുകൊണ്ട് ഞാന് പറഞ്ഞങ്ങ് പോകാം. നമ്മുടെ മത്തായി 12:20 നമ്മുടെ കർത്താവ് പറഞ്ഞു, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയില്ല. വീണ്ടും എഫേസ്യർ 6:16 വായിക്കുന്നുണ്ട്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ കഴിയുന്ന വിശ്വാസം എന്ന പരിച. കെടുത്തുന്ന, നിങ്ങളുടെ ആത്മാവിനെ കെടുത്തരുത്. നമ്മൾ നോക്കുക, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നെഗറ്റീവ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. തുടർമാനമായി നിങ്ങൾ കെടുത്തരുത്. നമ്മൾ ഈ വായിക്കുന്നത്, ഈ പ്രബോധനം തരുന്നത് തെസ്സലോനിക്ക ലേഖനത്തിലാണ്. നിങ്ങള് ഈ തെസ്സലോനിക്ക ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, കൊരിന്ത്യ ലേഖനവും തെസ്സലോനിക്ക ലേഖനവും. കൊരിന്ത്യ ലേഖനത്തിൽ കൃപാവരങ്ങളെ അബ്യൂസ് ചെയ്യുകയാണ്. അതായത് കൃപാവരങ്ങളെ തെറ്റായിട്ട് ഉപയോഗിക്കുകയാണ് കൊരിന്ത്യ ലേഖനത്തിൽ. എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിലോ കൃപാവരങ്ങൾ ഉപയോഗിച്ചപ്പോൾ അതിനെ കെടുത്തുവാനായിട്ട് ശ്രമിച്ചു. വളരെ സിമ്പിളായിട്ട് പറയാം, അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നു. തങ്ങളിലുള്ള ആ ആത്മാവിന്റെ ആ ജ്വലനം അവര് ദൈവസഭയിലും മറ്റും നടത്തിയപ്പോൾ അരുത് എന്ന് പറഞ്ഞു. പൗലോസ് പറയുന്ന വാക്ക് സ്റ്റോപ്പ് എന്നാണ്. സ്റ്റോപ്പ് പുട്ടിങ് ഔട്ട് ദ സ്പിരിറ്റ്സ് ഫയർ. ആത്മാവിന്റെ അഗ്നിയെ ഈ വിധത്തിൽ കത്തിക്കുന്നത് കെടുത്ത് നിർത്തുക. കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ അത് കെട്ടുപോകും. കുറെ മണ്ണ് വാരിയിട്ടാൽ ചിലപ്പോൾ തീ കെട്ടുപോകും. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ ജ്വലനം മറ്റൊരു സഹോദരന്റെ ഒരു 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 എന്താ പറയേണ്ടത്, അദ്ദേഹത്തെ ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു ചെറിയ കമന്റ്
ഇങ്ങനെയൊക്കെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന ഒരെണ്ണമാണ് വാവിഷ്ണക്കാരൻ. സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ വാവിഷ്ണക്കാരൻ, റെയിലർ. അവൻ അരുതാത്തത് പറയുമ്പോൾ കൊരിന്ത്യലേഖനത്തിൽ 1 കൊരിന്ത്യർ 5:11 വായിക്കുന്നുണ്ട്, അങ്ങനെ സഹോദരന് പേർപ്പെട്ടവനോട് സംസർഗം പോലെ വരുത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്ക് വിരുദ്ധമായി ചെയ്യുകയാണ്. കൊരിന്ത്യ സഭ ഈ കൃപാവരങ്ങളെ അബ്യൂസ് ചെയ്തപ്പോൾ, എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റായി ഉപയോഗിച്ചപ്പോൾ, തെസ്സലോനിക്ക ലേഖനത്തിൽ ഉപയോഗിക്കുന്ന കൃപാവരങ്ങളുടെ ജ്വലനത്തെ കെടുത്തുവാൻ ശ്രമിച്ചു. ഇതിനെക്കുറിച്ച് ചില പണ്ഡിതർ പറയുന്നത്, അവിടെയുള്ള എൽഡേഴ്സ്, സഭയുടെ മൂപ്പന്മാർ, ചുമതലപ്പെട്ടവര്, ചില യൗവനക്കാര് ചില ശുശ്രൂഷകൾ ഏർപ്പെട്ടപ്പോൾ നോ എന്നവരോട് പറഞ്ഞു, അരുത് എന്ന് പറഞ്ഞു. അതിനാണ് പൗലോസ് പറഞ്ഞത്, സ്റ്റോപ്പ് പുട്ടിങ് ഔട്ട് ദ സ്പിരിറ്റ്സ് ഫയർ. ആത്മാവിന്റെ ജ്വാലയെ കെടുത്തുന്നത് നിർത്തിക്കളയുക. എന്റെ സഹോദരന്മാരെ, വളരെ വ്യക്തമായി ഇത് കൃപാവരത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഉപദേശപരമായിട്ട് വളരെ പ്രാധാന്യതയുണ്ട്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ നടക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ഇന്നത്തെ കാലത്ത്, ഈ കാലത്തിന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ വലിയ തെറ്റിദ്ധാരണകളാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ തിയോളജിക്കൽ ഡിഗ്രി എടുക്കണം, സെമിനാരിയിൽ പഠിക്കണം, BD എടുക്കണം, അല്ലെ MTH എടുക്കണം. ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ് ഡോക്ടറേറ്റ് എടുക്കണം. ഇങ്ങനെ അത് സ്വയമായ പുകഴ്ചയ്ക്ക് വേണ്ടി എടുക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവവേല എങ്ങനെയാണ്? വളരെ വ്യക്തമായി കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഓരോരുത്തർ ശുശ്രൂഷിക്കേണ്ടത് ദൈവം നൽകുന്ന കൃപയ്ക്കനുസരിച്ചായിരിക്കും. എന്താണ് ഈ കൃപാവരം? പത്രോസ് രേഖപ്പെടുത്തി. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അത് കൃപാവരങ്ങളുടെ ഒരു പഠനമായി പോകും. ഞാൻ ഇവിടെ ഈ പറയാൻ ഉദ്ദേശിച്ചത് ഊന്നി പറയട്ടെ. പത്രോസ് രേഖപ്പെടുത്തി, ഒരുവൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണം. If a man minister, let him do according to the ability the Lord has given. ശുശ്രൂഷകൾക്ക് ദൈവം തരുന്ന എബിലിറ്റിയുടെ പേരാണെന്ത്? കൃപാവരങ്ങൾ, ഗിഫ്റ്റ്. അത് ഏൺ ചെയ്യുന്നതല്ല, അത് നേടിയെടുക്കുന്നതല്ല, നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടോ ഒന്നും നേടിയെടുക്കുന്നതല്ല. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദാനമാണ്. ദൈവം ഗിഫ്റ്റ് തരുന്നത് കൊണ്ടാണ് അതിന് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. എപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ കിട്ടും. നമ്മൾ രക്ഷിക്കപ്പെട്ട് കുറെ നാളായി ആത്മീയരൊക്കെ തീരുമ്പോൾ അല്ല കിട്ടുന്നത്. നമ്മളുടെ ദൈവ കുടുംബത്തിൽ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ നമുക്ക് തരുന്ന ഒരു പ്രത്യേക കഴിവിന്റെ പേരാണ് ഗിഫ്റ്റ്. താലന്തുകളല്ല ഈ കൃപാവരങ്ങൾ. താലന്തുകൾ നമുക്ക് ഈ മീറ്റിങ്ങില് വളരെ നന്നായി പാടുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവരുടെ പല പാട്ടുകളും വളരെ മനോഹരമാണ്, നമ്മൾ ആസ്വദിക്കുന്നു ആ പാട്ടുകൾ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതൊരു ടാലന്റാണ്, അത് ഒരു കഴിവാണ്. ഞാൻ ഇങ്ങനെ ലളിതമായി പറയാറുണ്ട്, ആ ടാലന്റുകൾ കുടുംബത്തിൽ കാണും. കുടുംബത്തിൽ ഉദാഹരണമായിട്ട് യേശുദാസന്റെ അപ്പൻ ഭാഗവതരാണ്. ഇടയ്ക്ക് കട്ടായിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നു. നമ്മള് നോക്കിയാല് ഈ ടാലന്റുകൾ, അതായത് കഴിവുകള് കുടുംബത്തിലുണ്ട്. പാട്ട് പാടാൻ ആ കഴിവ് ഇങ്ങനെ ജനറേഷനിൽ പോകും, അവരുടെ മക്കൾക്കും വരും. അത് നമ്മുടെ ജീനുക്കളിലൂടെ കിട്ടുന്നതാണ്. എന്നാൽ അത് രക്ഷിക്കപ്പെടാത്തവർക്കും ഉണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്കും കഴിവുകളുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ പാടുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് ഇല്ലാത്തൊന്നാണ് എന്ത്? ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് രക്ഷിക്കപ്പെടുന്നവർക്കേ ആത്മാവിനെ കിട്ടുന്നുള്ളൂ. രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. ആത്മാവുള്ളവരാണ് പുതിയ നിയമ വിശ്വാസികൾ. ആ വിശ്വാസികൾക്ക് മാത്രമേ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉള്ളൂ. ദൈവം കർത്താവ് നിശ്ചയിക്കുന്നു. ഞാൻ എടുക്കാതെ പറയട്ടെ, എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ
അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ ഉപദേശകന്മാരായി, പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടക്കന്മാരായി നിയമിച്ചു. ആര് നിയമിച്ചു? എഫേസ്യർ 4 വായിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൊരിന്ത്യർ ലേഖനം 12, 1 കൊരിന്ത്യർ 12, അവിടെ എന്താ വായിക്കുന്നത്? ആത്മാവ് താൻ ഇച്ഛിക്കും പോലെ ഭാഗിച്ചു കൊടുക്കുന്നു. റോമാലേഖനം 12, ദൈവം ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. അപ്പം എഫേസ്യ ലേഖനത്തിലെ കർത്താവ് കൊടുക്കുന്നു, റോമലേഖനത്തിൽ പിതാവായ ദൈവം നൽകുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. അപ്പൊ കൃപാവരങ്ങൾ നൽകുന്നതിൽ തൃത്വം ഇൻവോൾവ് ആണ്, ത്രിയേക ദൈവം. ഈ കൃപാവരങ്ങൾ ലഭിച്ചവരാണ് പുതിയ നിയമ വിശ്വാസികൾ. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, ബൈബിളിൽ പൗലോസ് നമുക്ക് എഴുതി തന്നു, ഒരു ശരീരം ഫങ്ഷൻ ചെയ്യുന്ന പോലെയാണ് പുതിയ നിയമസഭ. അവൻ ശിരസ്സും നമ്മൾ അവയവങ്ങളുമാണ്. ഈ കൃപാവരങ്ങൾ സഭയുടെ ആത്മിക വർധനയ്ക്ക് നൽകിയതാണ്. ഈ കൃപാവരങ്ങൾ നമുക്ക് നൽകിയപ്പോൾ ഈ കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ 2 വിധത്തിൽ നമുക്ക് മനോഭാവം ഉണ്ടാകാം. നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃപാവരങ്ങൾ നമ്മളിൽ ജ്വലിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്ന് നോക്കാം. 2 തിമോഥെയോസ് 1-ാം അധ്യായം എടുത്താട്ടെ. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നോക്കട്ടെ. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. തിമോഥെയോസിന് അപ്പോസ്തോലിക കഴിവ് കൊണ്ട് കൈവെപ്പിനാൽ കൃപാവരങ്ങൾ ലഭിച്ചു. തിമോഥെയോസ് ഒരു സുവിശേഷകന്റെ കൃപാവരമുണ്ട്, ഒരു എൽഡറിന്റെ കൃപാവരമുണ്ട്, ഒരു ടീച്ചറിന്റെ കൃപാവരമുണ്ട്. ഈ കൃപാവരത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ജ്വലിപ്പിക്കണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ stir up the gift that is in you. അത് ലിറ്ററലി blow it into a flame. ഒരു അഗ്നിജ്വാലയായി അതിനെ കത്തിക്കുക. വളരെ രസകരമായി തോന്നി. തമിഴ്നാട്ടിൽ ഇത് ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ, ഭാഷാന്തരം ചെയ്തപ്പോൾ, അവരുടെ ബൈബിളിൽ ഉള്ളത് ഊതി കത്തിക്കുക. കൃപാവരത്തെ ഊതി കത്തിക്കണം. ഇംഗ്ലീഷിൽ അത് തന്നെയാണ്, blow it into a flame, stir it up. നമ്മളിലുള്ള കൃപാവരത്തെ ഊതി കത്തിക്കണം, ജ്വലിപ്പിച്ചെടുക്കണം. അതിനെ ഒരു fan it into a flame, അതിനെ ഒരു അഗ്നിജ്വാലയാക്കി മാറ്റണം. അതേസമയം ഈ കൃപാവരം നമുക്ക് നോക്കാം. 2 തിമോഥെയോസ്, നമ്മളിപ്പോ വായിച്ചത് 2 തിമോഥെയോസ് 1:6. നമുക്കിനി 1 തിമോഥെയോസ് 1 എടുക്കാം. 1 തിമോഥെയോസ് 4-ാം അധ്യായം എടുത്താട്ടെ. ഈ തിമോഥെയോസിന് വേണമെങ്കിൽ ഇതിനെ വേറൊരു വിധത്തിൽ ഇടപെടാം. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. കണ്ടോ, ഈ 2 വാക്യങ്ങൾ ചേർത്ത് നോക്കിയേ. കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. Neglect not the gift that is in you. Neglect not the gift that is in you. ദൈവം നൽകിയ ഈ കൃപാവരത്തെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ദൈവം നൽകിയ കൃപാവരത്തെ ജ്വലിപ്പിച്ചെടുക്കാം. സോർമാരെ, ഈ കൃപാവരം ഒരു ദൈവം നൽകിയിട്ട് നമ്മളെ ഒരു ഫുൾ ഫ്ലഡ്ജിലല്ല നമുക്ക് നൽകുന്നത്. നമ്മൾ അതിനെ ജ്വലിപ്പിച്ചെടുക്കണം. അനേക വർഷത്തിന്റെ പ്രയത്നം, നമ്മുടെ അധ്വാനമൊക്കെ അതിന്റെ പുറകിലുണ്ട്. എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയും നിങ്ങളോട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 1974 അവസാനം നവംബറിൽ. താമസിച്ചില്ല, 76 ഞാൻ മസ്കറ്റിൽ എത്തും. അതായത് രക്ഷിക്കപ്പെട്ട് അധികമാകുന്നതിന് മുമ്പ് ഞാൻ മസ്കറ്റിൽ പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്കണം, 76 അവിടുത്തെ സാഹചര്യം നിങ്ങൾ ഓർക്കുക. വലിയ ഡെവലപ്മെന്റ് ഇല്ല,
വലിയ പണമില്ല, പക്ഷെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. ഞാൻ അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഏതെങ്കിലും വിധത്തിൽ നിനക്ക് പ്രയോജനപ്പെടണം, ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടണം. പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അവിടെ അത്ഭുതകരമായി ചില ക്യാമ്പുകളിൽ കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ അവസരങ്ങൾ ലഭിച്ചു. നിങ്ങൾ ഓർക്കുന്ന പോലെ വലിയ മീറ്റിംഗ് ഒന്നും അല്ല. ക്യാമ്പുകൾ, ലേബർ ക്യാമ്പുകൾ, ജോലി ചെയ്യുന്ന കുടുംബത്തെയൊക്കെ നാട്ടിൽ വിട്ടിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. ഒരുമാതിരി നല്ല ജോലിയുള്ളവരൊക്കെ പലരും തനിച്ചു പാർക്കുന്നവരാണ്. അവരുടെ ക്യാമ്പുണ്ട്. അവര് വന്ന് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ ഫ്രീ ആവും. ഞാൻ അങ്ങനെയുള്ള ക്യാമ്പുകളിൽ പോകാൻ തുടങ്ങി. രാത്രി 9 മണിക്ക് ചില പ്രിയപ്പെട്ടവരുടെ റൂമിൽ ഞാൻ ചെല്ലും. ആ റൂമിൽ കുറച്ചു പേര് കൂടും, ചിലപ്പോൾ 8 പേര്, 10 പേര്, 12 പേര്, ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് പേര് കൂടി വരും. ഞാൻ അവിടെ ഒരു കട്ടിലിലോ മറ്റോ ഇരുന്നുകൊണ്ട് അവരോട് ദൈവവചനം പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയാം. ഒരാഴ്ചയിൽ പല ദിവസങ്ങളും പല ക്യാമ്പുകളിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. എനിക്കിന്നും ഓർമ്മയുണ്ട്, സുഹൈൽ ആൻഡ് സൗദ് ഭവാൻ എന്ന് പറയുന്ന ടയോട്ടയുടെ ക്യാമ്പിൽ തുടർമാനമായി 13 വർഷം ഞാൻ ക്ലാസ് എടുത്തു. 13 വർഷം. ഞാൻ ഓർക്കണം, നിങ്ങൾ ഓർക്കണം, ഈ ദൈവവചനം അവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബൈബിള് പഠിക്കുകയാണ്. ബാക്കി സമയങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കും. സമയമുള്ളപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ല. എനിക്കെന്ന് അറിഞ്ഞുകൂടായിരുന്നു. എന്നിലൊരു കൃപാവരം ഉള്ളത് ഞാൻ അറിയാതെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് സ്റ്റിയറിംഗ് ഇറ്റ് അപ്പ് സ്ലോലി. 74 രക്ഷിക്കപ്പെട്ടു. ഏതാണ്ട് 94ആയി. 20 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 20 വർഷം, 18-19 വർഷം ആകുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിയണം എന്നൊരു വാഞ്ച എന്നിലുണ്ടായി. ഞാന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 20 വർഷമായപ്പോൾ, രക്ഷിക്കപ്പെട്ട് 20 വർഷമായപ്പോൾ ഞാൻ അവിടെയുള്ള ശുശ്രൂഷകളും ജോലിയും ഒക്കെ വേണ്ട എന്ന് വെച്ച് നാട്ടിലേക്ക് പോകുന്നു. ഞാൻ വീണ്ടും ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഓർത്തു, നാട്ടിൽ വന്നു, എന്ത് ചെയ്യണം? ആരെയും എനിക്ക് അങ്ങനെ പരിചയമില്ല. വളരെ കുറച്ച് പേരെ പരിചയമുള്ളൂ. എന്ത് ശുശ്രൂഷകൾ ചെയ്യണം എനിക്കറിയില്ല. ദൈവം പറഞ്ഞു, വരാൻ പറഞ്ഞു, ഞാൻ വന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, വളരെ ആഗ്രഹിച്ചു. അന്ന് ദൈവം പ്രവചന വിഷയങ്ങളൊക്കെ എന്നെ താല്പര്യമുള്ളവനായിരുന്നത് കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. നേരത്തെ തന്നെ നാട്ടിൽ വരുന്നത് 94-ലാണ്. അന്ന് ഞാൻ ദൈവത്തോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവമേ, ചില മീറ്റിങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ മനസ്സിലാക്കിയ സത്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. എൻ്റെ സഹോദരി സഹോദരന്മാരെ, അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം വഴികൾ തുറന്നു. ആദ്യം തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് അസംബ്ലിയിലെ കൺവെൻഷൻ എന്നെ വിളിക്കുന്നു. ഞാൻ അവിടെ 2-3 ദിവസം രാത്രികളിൽ പ്രവചന വിഷയം പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ മീറ്റിംഗ് ക്രമീകരിക്കും, കടന്നു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ടൗൺ ഹാളിൽ മീറ്റിംഗ് ക്രമീകരിക്കുന്നു. ഞാൻ സത്യം തുറന്നു പറയട്ടെ, ഞാൻ തന്നെ ഭയന്നു പോയ മീറ്റിംഗാണ്. ആ കാലത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അറിയുന്ന ആളായില്ല. 3000 പേരൊക്കെയാണ് മീറ്റിങ്ങിന് കൂടിയത്. 3000. ടൗൺ ഹാള് നിറഞ്ഞ് വെളിയിൽ ആളുകൾ കൂടുകയാണ്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്തിനാ ഇത്രയും പറഞ്ഞത്? നിങ്ങളെപ്പോലെ ഒരു സെക്യുലർ ജോബിൽ, ഞാൻ 18 വർഷം സെക്യുലർ ജോബിലായിരുന്നു. ഈ സെക്യുലർ ജോബിൽ ഞാൻ ആയിരുന്നപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അറിഞ്ഞില്ല, അറിയാതെ എന്നിലുള്ള കൃപാവരത്തെ ഐ വാസ് സ്റ്റിയറിംഗ് ഇറ്റ് അപ്പ്. ഞാൻ ഇതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം കരുണ തോന്നി എന്നെ എടുത്ത് ഉപയോഗിക്കാൻ പ്രസാദിച്ചു. ഞാൻ പറഞ്ഞത് എന്തിനാണ്? വളരെ വ്യക്തമായി തിമോഥെയോസിനോട് പറയും. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ആ ഗൾഫിന്റെ പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും ജീവിക്കുക. എല്ലാവരും വൈകിട്ടാകുമ്പോൾ കാറും ഒക്കെ എടുത്ത് ഫാമിലി ആയിട്ടൊക്കെ പുറത്തുപോയി പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് സന്തോഷിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ
ഞാൻ ഇന്നൊരു ദൈവദാസനായി നിൽക്കുകയില്ല. ദൈവം കണ്ടു ഞാൻ എൻ്റെ ഉള്ളിലെ ആത്മാവിനെ സ്റ്റെയറപ്പ് ചെയ്തു. എന്നിലുള്ള ആത്മാവിനെ ജ്വലിപ്പിക്കുന്നത് കണ്ടു. എനിക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് കളയാമായിരുന്നു. മറ്റുള്ളവരെ പോലെ ഞാനും ആയിക്കോട്ടെ, ഞാനും സാധാരണ ജീവിതം നയിക്കാൻ എനിക്ക് വേണേ തിരഞ്ഞെടുക്കാമായിരുന്നു. ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, പൗലോസ് തിമോഥെയോസിന് എഴുതിയപ്പോൾ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ യു ഷുഡ് നോട്ട് നെഗ്ലക്ട് ഇറ്റ്, നീ അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. നീ പിന്നെ എന്ത് ചെയ്യണം? സ്റ്റെയർ ഇറ്റ് അപ്പ്, അതിനെ ജ്വലിപ്പിക്കുക. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായി പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയപ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ കെടുത്തരുത്, സ്റ്റെയർ ഇറ്റ് അപ്പ്, ബ്ലോ ഇറ്റ് അപ്പ്. പ്രിയപ്പെട്ട നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെ നമ്മുടെ കൃപാവരങ്ങളെ നമ്മൾ ഓർക്കണം? നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഇതിന്റെ കണക്കുകൾ കർത്താവ് ചോദിക്കും. ഒരു വാക്യം ഒന്ന് എടുത്താട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. ഈ കൃപാവരങ്ങൾ നൽകി കർത്താവ് ഉപയോഗിച്ചെങ്കിൽ ഉപയോഗിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ല. താലന്തുകൾ ഭാഗിച്ചു കൊടുത്തിട്ട് അതിന്റെ കണക്കുകളെ തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്. നമുക്കറിയാം, 5 കിട്ടിയവന് 2 കിട്ടിയവന് അവന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ നിന്നെ വിചാരകനാക്കും. എന്നാല് ഒരു റാത്തൽ കിട്ടിയ ഒരുത്തനുണ്ടായിരുന്നു. അവന് നോക്കിയ എന്റെ 20-ാം വാക്യം, മറ്റൊരുത്തൻ വന്ന്, കർത്താവ് ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഉറുമാലിൽ കെട്ടി വെച്ചിരിക്കുന്നു, നീ വെക്കാത്തിടത്ത് എടുക്കുകയും വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. കർത്താവ് പറയുക, ദുഷ്ടദാസനെ. ഇവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നു, ഒരു വാക്ക് പോലും അവിചാരിതം പറഞ്ഞതല്ല. ഈ ഒന്ന് കിട്ടിയ മനുഷ്യൻ എന്താ ചെയ്തത്? ഉറുമാലിൽ കെട്ടി. ഇംഗ്ലീഷിൽ വായിക്കുന്നത് he tied up in a napkin. പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കണ്ടു, വായിച്ചു. അതായത് ആ കാലത്ത് ഒരു യജമാനനെ സേവിക്കുമ്പോൾ അവര് അര കെട്ടും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. കെട്ടിയ അര ശുശ്രൂഷയെ കാണിക്കുന്നു. ഇസ്രായേലിന്റെ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചാൽ അവന്റെ അര കെട്ടിയിരിക്കുകയാണ്. അവൻ ദിനംതോറും ശുശ്രൂഷിക്കുന്നത് ഇതിന്റെ പ്രതീകമാണ്. നിങ്ങളുടെ അര കെട്ടിയിരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഈ യജമാനു വേണ്ടി അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ദാസൻ ഈ അരയ്ക്ക് കെട്ടിയിരിക്കുന്ന റൂമാൽ അഴിച്ചെടുത്തിട്ട് അതിനകത്ത് ഈ താലന്ത് വെച്ച് കെട്ടി മാറ്റിവെച്ചു, അല്ലെങ്കിൽ കുഴിച്ചിട്ടു. നമ്മുടെ കർത്താവിനെ കാണുന്നുണ്ട്. യോഹന്നാൻ 13. അന്ത്യത്താഴത്തിൽ ഒരടിമ ചെയ്യേണ്ട ജോലിയാണ് അവരുടെ കാലുകൾ കഴുകുക. കർത്താവ് അവിടെ ആരുമില്ല, എല്ലാവരും മുഖ്യസ്ഥാനം ആഗ്രഹിക്കുന്നു, ആരാണ് വലിയവനെന്ന് ചിന്തിക്കുകയാണ്. കർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ തുവർത്തെടുത്ത് അരയ്ക്ക് കെട്ടി, മറ്റു വിധത്തിൽ പറഞ്ഞാൽ he became a slave or a servant. എന്നിട്ട് അവരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി. ഇവിടെ നോക്കുക, യജമാനു വേണ്ടി വിയർക്കുവാൻ, യജമാനു വേണ്ടി അധ്വാനിപ്പാൻ മനസ്സില്ലാത്ത വ്യക്തിയാണ് ആ റൂമാൽ എടുത്ത് അതിൽ തനിക്ക് കൊടുത്ത താലന്ത് വെച്ച് കെട്ടിയത്. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ദാസന്മാർ യജമാനു വേണ്ടി അധ്വാനിക്കുമ്പോൾ, അവർ വിയർക്കുമ്പോൾ അരയ്ക്ക് കെട്ടിയ തൂർത്തിന്റെ ഒരു ഭാഗം കൊണ്ട് അവരുടെ നെറ്റിയൊക്കെ തുടയ്ക്കുമായിരുന്നു. എന്നാൽ ഈ ദാസന് വിയർക്കുവാൻ മനസ്സില്ല. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കർത്താവ് തന്ന താലന്ത് അത് കെട്ടിവെച്ചിരിക്കുകയാണോ? അതോ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ പോലെ നിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കുകയാണോ? അതോ അതിനെ നെഗ്ലക്ട് ചെയ്യുകയാണോ? വളരെ വ്യക്തമായി നമ്മൾ കണ്ടു, ആത്മാവിനെ കെടുത്തരുത് എന്ന് കൽപ്പന കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ ചെയ്യുവാൻ മനസ്സില്ലെങ്കിൽ
വെളിപ്പാട് ദിവസം 3:11 നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്, നിന്റെ കിരീടം മറ്റൊരുത്തിന് എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചോളാം. ഞാന് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് മറ്റൊരാളെ കൊണ്ടുവന്ന് ആ ശുശ്രൂഷ ചെയ്യും. എനിക്ക് നൽകാനിരുന്ന കിരീടം മറ്റൊരാൾ എടുക്കും. നിനക്ക് നൽകുവാൻ ഞാൻ തന്ന കിരീടം മറ്റൊരുത്തൻ കൊണ്ടുപോകാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ 5:35 നോക്കാട്ടെ. യോഹന്നാൻ 5:35. യോഹന്നാൻ ഒരുപാട് നാള് ജീവിച്ചിരുന്നില്ല. എന്നാൽ യോഹന്നാനെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:35. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അവൻ ജ്വലിച്ചു പ്രകാശിക്കുകയായിരുന്നു. He was a burning and shining light. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ജ്വലിക്കണം. യോഹന്നാൻ സ്നാപകൻ, he was a burning and shining light. Yes. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം നോക്കിയാട്ടെ. വേറൊരാളെ കുറിച്ച് വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 18 അതിന്റെ 25-ാമത്തെ വാക്യം. അവൻ ആരെക്കുറിച്ചായി പറയുന്നത്? ഇവിടെ പറയുന്നത് അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. അപ്പല്ലോസ് എന്ന പേരുള്ള യഹൂദൻ എഫെസോസിലെത്തി. 25-ാം വാക്യം. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആ വാക്ക് നോക്കി, യോഹന്നാന്റെ സ്നാനമേ അറിയത്തുള്ളൂ, യേശുക്രിസ്തുവിന്റെ സ്നാനം അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ദൈവാത്മാവ് ഉപയോഗിച്ച പദം നോക്കിയേ, എങ്കിലും. അവന് വലുതായിട്ട് വചനം അറിയില്ല. യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. യോഹന്നാന്റെ സ്നാനമേ അറിയുള്ളൂ. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. He was burning in the spirit. അവൻ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി. പെന്തിക്കോസ്ത് നാളിൽ നമ്മൾ കണ്ടു. പെന്തിക്കോസ്ത് നാളില് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന നാവ് പോലെ, പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ അവരിൽ ഓരോരുത്തന്റെ മേൽ വന്ന് പതിക്കുകയാണ്. അത് കത്തി ജ്വലിക്കാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി. റോമലേഖനം 12:11 എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്ന് പറയുന്ന ഭാഗത്തില് ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആത്മാവിൽ എരിവുള്ളവരായി, ബേണിംഗ് ഇൻ ദ സ്പിരിറ്റ്. അപ്പല്ലോസ് ആത്മാവിൽ എരിവുള്ളവനായതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങളെ സൂക്ഷ്മമായി പറഞ്ഞു. നമ്മൾ കണ്ടു, ഈ ആത്മാവിൽ എരിവില്ലാത്തവര് ഉറങ്ങിപ്പോയവരാണ്, ശീതോഷ്ണവാന്മാരാണ്. നമ്മുടെ കർത്താവ് അത് വലിയ ഒരു 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 പാതകമായി തന്നെ ശ്രദ്ധിക്കുന്നു. നമുക്കറിയാം, എഫെസോസ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ വെളിപാട് പുസ്തകം 2-3 അധ്യായത്തിൽ സഭയുടെ ചരിത്രമാണ്. സ്നേഹത്തിൽ അല്പം തണുത്തപ്പോൾ നിന്റെ ആദ്യ സ്നേഹം വിട്ടുവെന്ന് പറയുകയാണ്. ആ സ്നേഹത്തിന്റെ തണുപ്പ് കർത്താവിന് അറിയാം. സ്നേഹത്തിൽ ജ്വലിക്കുമ്പോൾ, കത്തുമ്പോൾ, ആത്മാവിൽ എരിയുമ്പോൾ അവർ പ്രകാശിതമായി മാറും. 1-ാം നൂറ്റാണ്ടിലെ സഭ, കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, 30 വർഷം കൊണ്ട് 30 years അറിയപ്പെട്ട ലോകം മുഴുവൻ സുവിശേഷം പരത്തി. കാരണം എന്താ? അവരുടെ ഉള്ളിൽ കത്തുകയായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹം ജ്വലിക്കുകയായിരുന്നു. എരിയുന്ന ആത്മാവുള്ളവരായിരുന്നു. നമുക്ക് കൽപ്പന തന്നിരിക്കുകയാണ്, ഡു നോട്ട് quench the spirit. നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കെടുത്തരുത്. ഏറിയ പങ്ക് വിശ്വാസികളും സമ്പന്നരായി, സമ്പത്തിൽ സംതൃപ്തരായി, അവരെ തിരുവചനത്തിൽ പറയുന്ന പോലെ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല, ശീതവാനും ഉഷ്ണവാനുമല്ലാതെ കഴിയുകയാണ്. സഹോദരന്മാരെ, ഈ ആത്മാവിന്റെ എരിവ് നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ ശുശ്രൂഷകളിൽ ജ്വലിക്കുവാൻ ഇടയായി മാറും. ശാമയോനാൻ ജ്വലിച്ചു പ്രകാശിച്ചു. അപ്പല്ലോസ് ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു.
റോമലേഖനം 12:11 നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായിരിക്കുക, നിങ്ങൾ ആത്മാവിനെ കെടുത്തരുത്. ഈ ആത്മാവിനെ തെസ്സലോനിക്ക വിശ്വാസികൾ, അവിടുത്തെ ചുമതലപ്പെട്ടവര്, സഭയിലുള്ള ചെറുപ്പക്കാര് അവരുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ തുടങ്ങി. അവരുടെ കൃപാവരങ്ങളെ ആ സഭകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ സപ്രസ് ചെയ്തപ്പോൾ ആത്മാവിനെ കെടുത്തരുത് എന്ന് രേഖപ്പെടുത്തി. നമുക്ക് വീണ്ടും ആ തെസ്സലോനിക്ക ഭാഗത്തിലേക്ക് വരാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം നമ്മൾ വായിച്ച ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഒന്ന് വരാം. അവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. 19-ാം വാക്യം, 1 തെസ്സലോനിക്കർ 5:19, ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ഉടനെ എടുത്ത് പറഞ്ഞു പ്രവചനം തുച്ഛീകരിക്കരുത്. സഹോദരന്മാരെ, ഇവിടെ പ്രവചനം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ ഭാഗം എഴുതുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. സഭ പണിതത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ്. ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് പഴയ നിയമ പ്രവാചകന്മാരല്ല. പഴയ നിയമ പ്രവാചകന്മാരാണെങ്കിൽ നമ്മൾ എഫേസ്യ ലേഖനം നോക്കിയാട്ടെ, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. എഫേസ്യ ലേഖനം 4:20, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പൊ സഭ പണിയപ്പെട്ടത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ്. ഇത് ഈ ഓർഡർ ശ്രദ്ധിക്കണം. ദൈവാത്മാവാണ് ഇത് രേഖപ്പെടുത്തിയത്. പലരും ചിന്തിക്കുന്ന പോലെ പഴയ നിയമ പ്രവാചകന്മാരുടെ തുടർച്ചയല്ല ഈ പുതിയ നിയമ പ്രവാചകന്മാർ. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞേനെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞേനെ. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന ഓർഡർ പറഞ്ഞേനെ. അതങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം അപ്പോസ്തലന്മാർ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രവാചകന്മാർ ചെയ്തത്? ഈ പ്രവാചകന്മാർക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ ഉണ്ടായിരുന്നു. വേണേ നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം, 15-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നോക്കി. 15:32, യൂദാസും ശീലാസും പ്രവാചകന്മാരാകെ കൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അപ്പൊ പ്രവാചകൻ എന്തുവാ ചെയ്തത്? വചനങ്ങളാൽ ജനങ്ങളെ പറഞ്ഞ് പ്രബോധിപ്പിച്ചു. പല വചനങ്ങളും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിക്കുകയാണ്. അപ്പൊ വചനം ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് ഈ പ്രവാചകൻ. എങ്ങനെയാണത് നമുക്ക് നോക്കാം. വീണ്ടും ഒരു വാക്യം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 14:3, 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇവരുടെ ശുശ്രൂഷ നോക്കി ഭാവി പറയുന്നതല്ല. ഇവരുടെ ശുശ്രൂഷ ഇവിടെ വായിക്കുന്നു ആത്മിക വർധന, പ്രബോധനം, ആശ്വാസം. ദൈവസഭയിൽ ഈ 3 കാര്യങ്ങൾ നടക്കണം. ഇതെങ്ങനെയാ നടക്കുന്നത്? ഇന്ന് നടക്കുന്നത് ദൈവവചന ശുശ്രൂഷയിലൂടെയാണ്. പുതിയ നിയമസഭയിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വചന ശുശ്രൂഷിക്കുന്നവര് ഈ പ്രവാചകന്മാരുടെ സ്ഥാനം ഏറ്റെടുത്തു. കാരണം എന്താ? ഈ പ്രവാചകന്മാരെ ദൈവം എന്തിനാ കൊടുത്തത്? അപ്പോസ്തലന്മാര് 12 പേരെയുള്ളൂ. അന്ന് അറിയപ്പെട്ട എല്ലാ ലോകത്തിലും സഭകൾ സ്ഥാപിക്കപ്പെട്ടു. എഴുതപ്പെട്ട ദൈവവചനം ഇല്ല. AD 95-ലാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ദൈവവചനം AD 95-ലാ കിട്ടുന്നത്. 100 പിടിച്ചു. അതിനുശേഷം പ്രിന്റിംഗ് ഇല്ല, കൈയെഴുത്ത് പ്രതികൾ വേണം. അന്ന് സഭകൾ കൂടി വന്നപ്പോൾ അവർക്ക് വായിക്കാൻ പഠിക്കാൻ ദൈവവചനം ഇല്ല. പിന്നെ അവരെങ്ങനായി പുതിയ നിയമസഭ സത്യങ്ങൾ മനസ്സിലാക്കിയത്? പ്രവാചകന്മാരിലൂടെ. ദൈവം ഈ അപ്പോസ്തലന്മാരോട് കൂടെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അവര് പ്രബോധനത്തിനും ആശ്വാസത്തിനും ഒക്കെയായി ജനത്തോട് സംസാരിച്ചു. അതുകൊണ്ടാണ് റോമലേഖനം 12:6 പറയുന്നു, ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം.
റോമർ 12:6 ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. വീണ്ടും ഞാൻ പറയട്ടെ, തമിഴ്നാട്ടില് തമിഴില് അത് ഭാഷാന്തരം ചെയ്തപ്പോൾ ഇങ്ങനെയാണ്: വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. ഒരുത്തൻ പ്രവചിക്കുകയാണ്, ഒരുത്തൻ ജനത്തോട് ആശ്വാസത്തിനായി പ്രബോധനത്തിനായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ റോമർ 12:6 പറയുന്നു വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണമുണ്ട്, അതിനനുസരിച്ച് വേണം പറയാൻ. അപ്പോൾ തെസ്സലോനിക്കയിൽ നമ്മൾ കണ്ടു, ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സൗന്മാരെ, പ്രവചനം ഈ നമ്മളിൽ ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനെ ഒരു വിധത്തിലും നമ്മൾ കെടുത്തുവാൻ പാടില്ല. പ്രിയപ്പെട്ട നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജ്വലിക്കുവാൻ, കത്തുവാൻ, പ്രകാശം പരത്തുവാൻ, മറ്റുള്ളവരോട് പ്രയോജനമുള്ളവരായി മാറുവാൻ, ദൈവം നൽകിയ കൃപാവരം ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തം നെഗ്ലക്റ്റ് കൊണ്ട്, സ്വന്തം ഉപേക്ഷ കൊണ്ട് കൃപാവരത്തെ കെടുത്തിക്കളയാം. മറ്റുള്ളവരുടെ കമന്റ് കൊണ്ടും മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടും നമ്മളുടെ കൃപാവരത്തെ അത് കെടുത്തിക്കളയാം. തെസ്സലോനിക്ക സഭയിൽ സംഭവിച്ചു. അത് സംഭവിക്കാതിരിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. നമ്മൾ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം പ്രവചനം നമ്മൾ ഓർത്തതുപോലെ ധ്യാനത്തിങ്കൽ തീകത്തി നാവെടുത്ത് സംസാരിച്ചു. ദൈവവചന ധ്യാനം, പഠനം, നമ്മളിലുള്ള കൃപാവരങ്ങളുടെ ജ്വലനം, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മാവിനെ കെടുത്താതിരിപ്പാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. ആത്മാവിനെ ദുഃഖിപ്പിക്കാനും പാടില്ല, ആത്മാവിനെ കെടുത്താനും പാടില്ല. ആത്മാവ് നമ്മളിൽ ജ്വലിക്കണം. ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ക്ലാസ് കൂടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നൊരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, അതുകൂടെ എടുക്കാൻ